സമീക്ഷയുടെ പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഹലോ, സമീക്ഷ സാംസ്കാരിക വേദി കടുത്തുരുത്തിയിൽ പ്രവർത്തനമായിട്ട് 30 വർഷത്തിലധികമായി. കടുത്തുരുത്തിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സാംസ്കാരിക അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കടുത്തുരുത്തിയെ സംബന്ധിച്ച് വളരെ പിന്നാക്കം നിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു സമീക്ഷ ആരംഭിക്കുമ്പോൾ. അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതിന് സമീക്ഷ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇവിടെ കടുത്തുരുത്തിയിൽ ആരംഭിക്കുകയും പ്രൊഫസർ ജോർജ് തോമസ്, പ്രൊഫസർ TD മാത്യു തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ അത് എല്ലാ മാസവും എന്തെങ്കിലും ആനുകാലിക വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനായിട്ട് വെളിയിൽ നിന്നും ആ വിഷയത്തിൽ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സമീക്ഷ. അത് എൻക്ലോസ്ഡ് റൂമിലാണ് നടത്തുന്നത്, ഓഡിറ്റോറിയത്തിനകത്ത് വെച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ശാന്തിഭൂഷൺ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ വരുത്തി ഒരു പ്രോഗ്രാം നടത്തി. പിന്നെ ഇപ്പോൾ ഈ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് പ്രൊഫസർ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ തിരുവനന്തപുരത്തുനിന്നും ഞങ്ങൾ ഒരു 3 മാസം മുമ്പ് ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ വളരെ പ്രശസ്തരായ ആളുകളെ കൊണ്ടുവന്ന് ആ വിഷയത്തിൽ പ്രാവീണ്യം നേടി അവരുടെ പ്രസംഗത്തിന് ശേഷം സദസ്സിൽ നിന്നും അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് സംസാരിക്കാനുള്ള അതാണൊരു പ്രത്യേകത. സദസ്സിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ സജീവമായി പങ്കെടുക്കാനുള്ളൊരു അവസരം ഉണ്ട്. അതാണ് സമീക്ഷയുടെ പ്രത്യേകത. അല്ലാതെ വൺ വേ ആയിട്ട് ഒരാളുടെ പ്രസംഗം കേട്ടിട്ട് പോവുക എന്നുള്ളതല്ല. വരുന്ന ആൾക്കാർക്കല്ലേ അത് ഫോർ ആൻഡ് അഗൻസ്റ്റ് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ഉള്ള അവസരമുണ്ട്. അതാണ് സമീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കോട്ടയം ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ് PP ജോർജ്. സമീക്ഷയുടെ ഒരു 15 കൊല്ലത്തിലധികമായി അതിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ലീഗൽ അഡ്വൈസർ ആൻഡ് ലോ ഓഫീസർ. ഇന്നത്തെ പ്രോഗ്രാം ഈ കേരളത്തെ സംബന്ധിച്ച് വളരെയധികം സാമ്പത്തികമായിട്ട് വളരെ സംസ്ഥാനം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏറ്റവും പ്രഗത്ഭയായ ചാനലുകളിലും അതുപോലെ തന്നെ എല്ലാ വേദികളിലും സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന പ്രൊഫസർ ഡോക്ടർ മേരി ജോർജിനെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഇന്ന് കടുത്തുരുത്തിയിൽ ശ്രീമതി മേരി ജോർജ് അവറുകളാണ് ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും അതിനെ പരിഹാരവും നിർദ്ദേശിക്കുന്ന പ്രസംഗമാണ് ഇന്ന് അവർ നടത്തുന്നത്. അതിനകത്ത് പങ്കെടുക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ അവസരമുണ്ട്. അതായത് ഇന്ന് തന്നെ ഏഷ്യാനെറ്റ് വിളിച്ചിരുന്നു ഞാനിങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കടുത്തുരുത്തിയിലെ കലപ്രസക്തിയെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. എനിക്ക് ഈ കടുത്തുരുത്തിയെ പറ്റി വേറൊരു പ്രധാനപ്പെട്ട ബന്ധമുണ്ട്. പണ്ട് കർമ്മല കുസുമം എന്നൊരു കത്തോലിക്ക സഭയുടെ ഒരു മാസിക ഉണ്ടായിരുന്നില്ല ഇവിടുന്ന്. കർമ്മല കുസുമം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അവർ ഒരു ചെറുകഥാ മത്സരം നടത്തി. അതിന് ഓൾ കേരള ബേസിസിൽ 1ാം സമ്മാനം കിട്ടിയ ആളാണ് ഞാൻ. അന്ന് ഞാൻ നിർമ്മലമാണ് പഠിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 7-ാം തീയതി എൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് മിസ്റ്റർ ഡിജോ കാമ്പൻ അന്നേരം ആ മീറ്റിങ്ങിനുണ്ടായിരുന്നു. അത് അതായത് എവിടെയാണ് നമ്മുടെ KPCC ഓഫീസിൽ വെച്ച് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ആണ് അത് പബ്ലിഷ് ചെയ്തത്. പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ വൈസ് പ്രസിഡന്റ് മധു പഴകുളം എന്നോട് ചോദിക്കുന്നു, ടീച്ചറെ 15 ദിവസം കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക ധനപ്രതിസന്ധിയെ പറ്റിയുള്ള ഒരു പുസ്തകം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ചാപ്റ്റർ പോലും എഴുതാൻ പറ്റില്ല 15 ദിവസം കൊണ്ട്, പിന്നെ ഇങ്ങനെ ബുക്ക് എഴുതുന്നു. പക്ഷേ എന്നാൽ ഒരു മാസം ശരി എന്ന് പറഞ്ഞ് 1 മാസം കൊണ്ട് രാത്രിയും പകലും ഇരുന്ന് അതെൻ്റെ കൽപ്പിനെ ഒത്തിരി ബാധിച്ചു. പകലും ഇരുന്ന് ഞാൻ എഴുതി തീർത്തു കൊടുത്തു. അത് കഴിഞ്ഞ 7-ാം തീയതി ശശി തരൂരയോ റിലീസ് ചെയ്യുകയും പിന്നെ ഡോക്ടർ KP കണ്ണൻ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ പ്രശസ്തനായ എക്കണോമിസ്റ്റാണ്. അദ്ദേഹമാണ് അത് ഏറ്റുവാങ്ങിയത്. അന്ന് തന്നെ കോപ്പികൾ മുഴുവൻ തീർന്നു. 2ാമത്തെ കോപ്പി കുറച്ച് തെറ്റുകളുണ്ടായിരുന്നൊക്കെ തിരുത്തി, അക്ഷരത്തെറ്റ് തിരുത്തി 2ാമത്തെ
ഇവിടെ നിന്ന് കർമ്മല കുസുമ എന്ന മാസിക പുറപ്പെടുവിച്ചിരുന്നത് അതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ഞാൻ കൗൺസിലർ പറഞ്ഞില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ മിന്നി കത്തിയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ധനപ്രതി സമിതിയിലേക്ക് പോകാം അല്ലേ? നമുക്കൊന്ന് നോക്കാം. അത് 1950കളിലാണ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റഡ് ആകുന്നത്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനം നിലവിൽ വന്നപ്പോൾ തന്നെ എങ്ങനെയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ചെലവും വരവും പങ്കുവെക്കേണ്ടത്, അങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് നമ്മുടെ ബാലഗോപാലും അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയനും ഒക്കെ പറയാറുള്ളത് 63% ചെലവുകൾ സംസ്ഥാനത്തിനാണ്, 39% വരുമാനമേ സംസ്ഥാനങ്ങളിലുള്ളൂ എന്ന്. ആ പറയുന്നത് അത്ര ശരിയല്ല, പക്ഷേ അതിനകത്ത് കുറച്ച് വാസ്തവമുണ്ട്. കൃത്യത എന്താണ്? അതായത് പാർത്ഥസാരഥി ഷോ എന്നൊരു എക്കണോമിസ്റ്റ്, അദ്ദേഹം ടാക്സ് എക്സ്പേർട്ടാണ്, ആഗോളതലത്തിൽ പ്രശസ്തനായ ടാക്സ് എക്സ്പേർട്ട്. അദ്ദേഹമാണ് നമ്മുടെ വാല്യൂ ആഡഡ് ടാക്സിനെ പറ്റിയും അതുപോലെ തന്നെ GSTക്ക് വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും നടത്തിയാണ്. അദ്ദേഹത്തിന് 2017 പബ്ലിഷ് ചെയ്ത ടാക്സേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയിലെ, എനിക്ക് ഇത്തിരി തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ട് കുറച്ച് ചിലപ്പിൽ പോകും സ്ഥലം ക്ഷമിക്കണം എന്നോട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വരുമാനവും ചെലവുകളും പങ്കിടുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് 57.1% ചെലവുകൾ സംസ്ഥാനങ്ങളുടെ ചുമലിലാണ്, 39.1% എന്താണ് അലവൻസ്? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമുള്ള ചില വകുപ്പുകളുണ്ട്. ഡിഫൻസ്, നിങ്ങൾക്കറിയാം, ഡിഫൻസാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഒരു വകുപ്പ്. അത് കേന്ദ്രത്തിന് മാത്രമാണ്, സംസ്ഥാനങ്ങൾക്കില്ല. അപ്പോൾ വരുമാനത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും ആ മാറ്റം വേണം. രണ്ടാമതൊന്ന് ഫോറിൻ അഫയേഴ്സ്, കേന്ദ്രത്തിന് മാത്രമുള്ള വകുപ്പാണ് ഫോറിൻ അഫയേഴ്സ്, അത് സംസ്ഥാനങ്ങൾക്കില്ല. അപ്പോൾ ആ 2 വകുപ്പുകളും പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അതിൻ്റെ ചെലവുകൾക്ക് വേണ്ടി കേന്ദ്രത്തിന് കൂടുതൽ വരുമാനം വേണം. മാത്രമല്ല, ലോകത്തെ പാർത്ഥസാരഥി ഷോ വരുന്ന ഒരുപാട് കണക്കുകളുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ഡെവലപ്പിംഗ് ഇക്കോണമീസിൻ്റെ ഒക്കെ കണക്ക് പറയുന്നുണ്ട്. ആ കണക്കിലൊക്കെ പറയുന്നത് എക്സെപ്റ്റ് അമേരിക്കയിൽ വൈരാഗ്യം കുറവാണ്. അതായത് 44.4% ചെലവ് സംസ്ഥാനങ്ങൾക്കാണ് അമേരിക്കയിൽ. അതേ സമയത്ത് 42.2% വരുമാനവും സംസ്ഥാനങ്ങൾക്കാണ്. അത് വളരെ വ്യത്യാസം കുറവാണ്. ചൈനയിലാണെങ്കിൽ വലിയ അന്തരമുണ്ട്. ചെലവ് 84% സംസ്ഥാനങ്ങൾക്കാണ്, 53% വരുമാനമേ സംസ്ഥാനങ്ങൾക്കുള്ളൂ. അപ്പോൾ ചൈനയിൽ വലിയ വ്യത്യാസം, അത്രയും വ്യത്യാസം ഇന്ത്യയിലില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ണു അടച്ച് ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെയല്ല നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. 1950കളിൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നു. കാലാകാലങ്ങളിൽ വരുന്ന ഫിനാൻസ് കമ്മീഷൻ അന്ന് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് കൊണ്ടുവന്ന നിയമങ്ങളാണ് പിന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ വ്യത്യാസം. ആ വ്യത്യാസത്തിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അപ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഡിഫൻസും ഫോറിൻ അഫയേഴ്സും 2 പ്രത്യേക വകുപ്പുകൾ, 2 ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വ്യത്യാസം അവിടെ വന്നേ തീരും. അപ്പോൾ അതൊന്നും. അപ്പോൾ അങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ സാധാരണ ഡെവല്യൂഷൻ നടത്താനുള്ള അതായത് ആധാരശില, ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ്റെ ആധാരശിലയാണ് ഞാനീ പറഞ്ഞത്. ഇനി നമുക്ക് പറയാം, ശ്രീ ബാലഗോപാലൊക്കെ പറയുന്നത് ഏത് ചർച്ചയിൽ പോയാലും മാർക്സിസ്റ്റ് പാർട്ടി എൻ്റെ കയ്യിലുണ്ട് ആ ചാർട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചെല്ലാവരും നോക്കിക്കോളൂ കേട്ടോ. ഇത് ബജറ്റിംഗ് ബ്രീഫ് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്തൊരു ചാർട്ട് പറയുന്നുണ്ട്. ആ ചാർട്ട് എന്ന് പറഞ്ഞാൽ അത് ഈ ഫിനാൻസ് കമ്മീഷൻ 15th ഫിനാൻസ് കമ്മീഷൻ എല്ലാ വകയിലും കൂടി സംസ്ഥാനത്തിന് തന്ന എമൗണ്ടാണ്. അത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ തരാം, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് ഒരു തരത്തിലും ഒരു ഇടിവ് പറ്റിയിട്ടുണ്ട്. ആ ഇടിവ് എന്താണ്? 14ാം ധനകാര്യ കമ്മീഷൻ വരെ എല്ലാ ധനകാര്യ കമ്മീഷനും ബേസ് ആയിട്ട് എടുത്തിരുന്നത് 1971 പോപ്പുലേഷൻ ആയിരുന്നു. അപ്പോൾ എന്താ ഈ പോപ്പുലേഷൻ്റെ പ്രത്യേകത? ഫിനാൻസ് കമ്മീഷൻ്റെ ഡെവല്യൂഷൻ. ഫിനാൻസ് കമ്മീഷൻ എന്താ ഡിവോൾവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ താഴേക്ക് കൊടുക്കുന്നത്, പങ്കിട്ട് കൊടുക്കുന്നത് സംസ്ഥാനം, അതിനാണ് ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻസ് കമ്മീഷൻ ഡിവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ താഴേക്ക് പങ്കിട്ട് കൊടുക്കുന്നത്? അതായത് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, 2 പ്രധാനപ്പെട്ട
പ്രത്യക്ഷ നികുതികൾ, അതായത് പ്രത്യക്ഷ നികുതികളൊക്കെ പിരിക്കുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ഒഴിച്ച്. അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് സംസ്ഥാനങ്ങളുടെ വകയാണ്. കേരളത്തിലെ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് നിയമപരമായിട്ട് തന്നെ ഇല്ലാതെയാക്കുകയും ചെയ്യും. അപ്പോൾ കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ 4 വലിയ വരുമാന മാർഗങ്ങളാണ് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. ഈ 4 വരുമാനം കൂടി പൂൾ ചെയ്തിട്ട് അതാണ് ഡിവിസിബിൾ ഇതേ ഉണ്ട് കേട്ടോ. അതായത് നികുതിയേതര വരുമാനം, ഉദാഹരണത്തിന് റോയൽറ്റി, നമ്മുടെ കൈമണൽ അത് മേജർ മിനറലാണ്, അതിൻ്റെ റോയൽറ്റി പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഗോൾഡ് ഇവിടുന്ന് മൈനിങ് ഇല്ല, മൈനിങ് ഉള്ളിടത്തുനിന്ന് അതിൻ്റെ റോയൽറ്റി പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. കോൾ മേജർ മിനറലാണ്, റോയൽറ്റി പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഈ മേജർ മിനറൽസിൻ്റെ ഒക്കെ റോയൽറ്റി, അതുപോലെ PSC UPSC നടത്തുന്ന പരീക്ഷകളുടെ ഫീസ് തൊട്ട് ഒരുപാട് തരത്തിലുള്ള നികുതിയേതര വരുമാന മാർഗങ്ങളും സെൻട്രൽ ഗവൺമെൻറ്, അതൊക്കെ ഇത് കൂടി വരും. എല്ലാം ചേർത്തിട്ടാണ് സാധാരണ ഇങ്ങനെ ഡെവല്യൂഷൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെവല്യൂഷൻ നടത്തുമ്പോൾ അതിന് ചില നോംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോം പോപ്പുലേഷൻ. പോപ്പുലേഷൻ ആയിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ വെയിറ്റ്. നിങ്ങളെല്ലാവരും നല്ല വിദ്യാഭ്യാസ രീതിയിലുള്ളവരായിരിക്കും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. 100 എന്ന് വയ്ക്കുക ടോട്ടൽ വെയിറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ മാറ്റിയിരിക്കും. രണ്ടാമത്തെ വെയിറ്റ് ഡിസ്റ്റൻസ് ഫ്രം പെർ ക്യാപിറ്റ ഇൻകം. ഏറ്റവും ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും ഏറ്റവും ലോ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും. എന്നിട്ട് ഏറ്റവും ലോ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനത്തിന് 20% ഡെവല്യൂഷൻ. അതാണ് അതിൻ്റെ 20% ഡെവല്യൂഷൻ ആ സംസ്ഥാനത്ത്. പിന്നെ ആ ഡിസ്റ്റൻസിനനുസരിച്ച് 20 എന്നുള്ളത് 15, 10, 8, 9, 1 ഈ തരത്തിൽ 0 എന്ന രീതിയിൽ ആ ഡെവല്യൂഷൻ ആ രണ്ടാമത്തെ കാറ്റഗറി. അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ കേരളം 8ാമത്തെ ലാർജസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള രാജ്യമാണ്, സംസ്ഥാനമാണ്. അപ്പോൾ ആ രണ്ടാമത്തെ നോം അനുസരിച്ച് കേരളത്തിന് ഒന്നും കിട്ടില്ല. പിന്നെ മൂന്നാമത്തെ നോം എന്ന് പറയുന്നത് ഫിസിക്കൽ എഫേർട്ടാണ്. നാലാമത്തെ നോം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ്. അഞ്ചാമത്തെ നോം എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രോബ്ലം ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സ്പെഷ്യൽ പ്രോബ്ലം ഓഫ് ദി സ്റ്റേറ്റ് പറയുന്നത് സ്പെഷ്യൽ പ്രോബ്ലം ഓഫ് ദ സ്റ്റേറ്റ്. ആ സ്പെഷ്യൽ പ്രോബ്ലം ഓഫ് ദ സ്റ്റേറ്റ് ആണ് സാധാരണ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് പോലെയുള്ളതൊക്കെ തരുന്നത്. അതിൻ്റെ കൂടെ ചേർക്കാവുന്ന വേറെയും ചില ആസ്പെക്ട്സ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ബേസ് എന്താണെന്ന് പറഞ്ഞല്ലോ, പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഇതുവരെ 14ാം ധനകാര്യ കമ്മീഷൻ തൊട്ട് എല്ലാ ധനകാര്യ കമ്മീഷൻസും ഫോളോ ചെയ്തിരുന്നത് 1971 പോപ്പുലേഷൻ ആയിരുന്നു. 71 പോപ്പുലേഷൻ അനുസരിച്ച് കേരളത്തിന് 3.83%, ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ കേരളത്തിൻ്റെ പെർസെൻറ്റേജ് 3.83 ആയിരുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിന് പോപ്പുലേഷന് റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്തിലേക്ക് എത്തിക്കുക. എന്താണ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ഈക്വൽ ടു യൂണിറ്റി. അതുമല്ലെങ്കിൽ സ്റ്റേബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എനിക്കൊന്ന് നിനക്കൊന്ന് എന്ന് വെച്ചാൽ ഭർത്താവ് ഭാര്യയോട് പറയാം, നിന്റെ പേരിൽ ഒരു കുട്ടി, എന്നെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കുട്ടി, പ്ലസ് എ ബിച്ച് കുട്ടി കിട്ടില്ലല്ലോ. അപ്പോൾ ചില കപ്പിള് 3, 4 എന്തിനാ അത് ആരെ റീപ്ലേസ് ചെയ്യാനാ? സെലിബസി മെയിൻറ്റെയിൻ ചെയ്യുന്നവർ, അതുപോലെ തന്നെ എന്താ നമ്മൾ പറയുമല്ലോ, അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങനെയുള്ളവരെ റീപ്ലേസ് ചെയ്യാനാണ് ഈ പ്ലസ് എ ബിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 2 കുട്ടികൾ എന്നുള്ള ആ പോപ്പുലേഷൻ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്നുള്ള ആ പോളിസി കൃത്യമായിട്ട് ഫോളോ ചെയ്ത സംസ്ഥാനമാണ് കേരളം. അത് ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിൻ്റെ ഗുണമുണ്ടോന്നും അല്ല കേട്ടോ. ഇവിടെ നേരത്തെ മുതൽ ഹൈലി എഡ്യൂക്കേഷൻ നല്ല ബേസ് ഉണ്ടായിരുന്നു. എങ്ങനെ ബേസ് ഉണ്ടായി അതൊരു നോം വരുമ്പോൾ ഞാൻ പറയാം. അപ്പം അങ്ങനെ നല്ല വിദ്യാഭ്യാസമുള്ള ജനതയായതുകൊണ്ട് ഒരുപാട് കുട്ടികൾ വേണ്ട, കുട്ടികൾക്കെല്ലാം നന്നായി വളരാനുള്ള അവസരം വേണം എന്ന ചിന്തയോടുകൂടി പേരൻസ് 2 കുട്ടികളിലോ 3 കുട്ടികളിലോ ഒക്കെ ആയിട്ട് ഒതുക്കി. അങ്ങനെയാണ് എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ചെയ്തത്. അപ്പോൾ ഈ 14ാം ധനകാര്യ കമ്മീഷൻ കഴിഞ്ഞിട്ട് 15ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? പോപ്പുലേഷൻ ബേസ് 2011 പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ചുള്ള പോപ്പുലേഷൻ ആക്കി. 2011 പോപ്പുലേഷൻ സെൻസസിന് എത്രയുണ്ട് പോപ്പുലേഷൻ? ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 2.62%. കേരളത്തിൻ്റെ പോപ്പുലേഷൻ 3.83 നിന്ന് ഒരു താഴേക്ക് ഒരു കുറവാണ്. 2.62 പോപ്പുലേഷൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് കിട്ടുന്ന ആ പോപ്പുലേഷൻ എന്ന നോം, അതിലാണ് ഈ കേരളത്തിന്
അടി കിട്ടിയത്. അപ്പൊ എന്ത് പറ്റി? 14-ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് ഡിവിസിബിൾ പൂളിൽ നിന്ന് 2.5% ആയിരുന്നെങ്കിൽ അത് 15-ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴേക്കും 1.93%. ബേസ് 1970 നിന്ന് 2011 മാറ്റിയത് കൊണ്ടാണ്. അത് 2021 പോപ്പുലേഷൻ സെൻസസ് നടത്താതിരുന്നത് നന്നായി കേട്ടോ. 2021 പോപ്പുലേഷൻ സെൻസസ് ആയിരുന്നു എങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ ബാലഗോപാൽ പറയുന്നത് പോലെ 2.5% നിന്ന് 1.9% പോയത് കേരളം കാണിച്ച ഒരു നല്ല കാര്യം. അതായത് പോപ്പുലേഷൻ പോളിസി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത് പോപ്പുലേഷൻ നിയന്ത്രിച്ച് കൊണ്ടുവന്നത് കൊണ്ടാണ് ഗവൺമെന്റിന്റെ നയമായിരുന്ന റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ്. അപ്പൊ ബാലഗോപാലിനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. വാട്ട് അബൌട്ട് കർണാടക? വാട്ട് അബൌട്ട് തമിഴ്നാട്? എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഈ തരത്തിൽ അടി കിട്ടിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും. ഉദാഹരണത്തിന് കർണാടകത്തിലേക്ക് പോകാം. കർണാടകത്തിന് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പറയണമെന്ന് എനിക്ക് സംശയമുണ്ട്. ഉദാഹരണത്തിന് കർണാടകത്തിന് 4.71% 14-ാം ധനകാര്യ കമ്മീഷനിൽ കിട്ടിയത്. അത് 3.65% കുറഞ്ഞു. എന്ന് വെച്ചാൽ 1.06 കുറവ്. ഒന്നാലോചിച്ചു സുഹൃത്തുക്കളെ, നമുക്ക് 0.57 കുറഞ്ഞത്. 1.2.5 നിന്ന് 1.9 കുറയും. എന്തോരം കുറയും? 0.57. കർണാടകത്തിൽ കുറഞ്ഞത് എത്രയാണ്? 1.07. ഏകദേശം നമുക്ക് കുറഞ്ഞതിന്റെ ഇരട്ടിയാണ് കർണാടകത്തിൽ കുറഞ്ഞത്. ശതമാനമായിരുന്നു 14-ാം ധനകാര്യ കമ്മീഷൻ. 15 ആയപ്പോഴേക്കും 4.05 ആയി. അതായത് കുറഞ്ഞത് 0.25%. അവർക്ക് ധനപ്രതിസന്ധി ഇല്ലെന്ന് മാത്രമല്ല, തെലങ്കാന is the 5th largest per capita income holder of the country. 5ാമത്തെ ഏറ്റവും, നമ്മുടെ 8ാമത്തെയാണ് കേരളം. തെലങ്കാന 5ാമത്തെ per capita income ഹോൾഡ് ചെയ്യുന്ന സംസ്ഥാനമാണ്. തെലങ്കാനയ്ക്ക് അങ്ങനെ. ഇനി നമുക്ക് നോക്കാം. ഞാൻ ആന്ധ്രയ്ക്ക് പറഞ്ഞത്. തെലങ്കാനയ്ക്ക് 2.44 ആയിരുന്നത് 2.10. അതായത് 0.34% അവിടെയും നഷ്ടം. അങ്ങനെ എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും നഷ്ടം വന്നു. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം 4.02 നിന്ന് അവർക്ക് 0.08 ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. 0.08 ഗെയിൻ. പക്ഷെ അതിലെനിക്ക് സംശയമുണ്ടെന്ന് പറയാൻ കാരണം, ഈ 15-ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് വെബ്സൈറ്റിൽ വന്നപ്പോൾ മനോരമ എന്നെ വിളിച്ച് പറഞ്ഞു, ടീച്ചർ അതൊന്ന് നോക്കണം, നമുക്ക് കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് അറിയണമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും വലിയ അടി കിട്ടിയത് തമിഴ്നാടിനായിരുന്നു. കേരളം ഈ ബേസ് പോപ്പുലേഷൻ ബേസ് ചേഞ്ച് ചെയ്തുകൊണ്ട് എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും നഷ്ടമാകുന്നതിന് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടാകും. അന്ന് സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് 2017 തോമസ് ഐസക് സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് കേരളത്തിൽ വെച്ച് നടത്തി. മിസ്റ്റർ ടിജോ കാപ്പനൊക്കെ അത് ഓർക്കുന്നുണ്ടാകും. അതും കഴിഞ്ഞ് പോണ്ടിച്ചേരിയിൽ വെച്ച് സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് നടത്തി. അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ നഷ്ടം കാണിച്ചിരുന്നത് തമിഴ്നാടാണ്. പക്ഷെ അവസാനം വന്നപ്പോഴത്തേക്ക് തമിഴ്നാട്ടിന് 0.8% വളരെ കുറവാണ് മാറ്റം വന്നത്. അത് പക്ഷേ എൻ്റെ സംശയം മാത്രമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നിജസ്ഥിതി. അതായത് വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കേരള സംസ്ഥാന ഗവൺമെന്റിനോട് ഒരു പ്രത്യേക പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇത് തെറ്റല്ലേ? അതായത് പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്യുന്നത് ശിക്ഷ തരുന്നതിന് തുല്യമല്ലേ? അപ്പൊ നമ്മൾ ഓർക്കണം, ഒരു രാഷ്ട്രമായ ഒരു ഫിനാൻസ് കമ്മീഷനായ എന്തായിരിക്കും അതിൻ്റെ ആത്യന്തിക പ്രിൻസിപ്പിൾ? എല്ലായിടത്തും ഗ്രോത്ത് കൊണ്ടുവരിക, ഇക്വാളിറ്റി ഓഫ് ഗ്രോത്ത്, എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ വളർച്ചയിലേക്ക് നയിക്കുക. അതായിരിക്കും ഒരു ഫിനാൻസ് കമ്മീഷന്റെ ഒരു ഡെമോക്രസിയുടെ ലക്ഷ്യം തന്നെ അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഡെമോക്രസിയുടെ ലക്ഷ്യം തന്നെ അതായിരിക്കും. ഇങ്ങനെ ഒരു തീരുമാനത്തിന് എതിരെ പ്രവർത്തിക്കുന്നത്, എതിരെ സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് പകരം നമുക്ക് അതേ സർക്കാരിനെ കൊണ്ട് തന്നെ കൂടുതൽ നയിപ്പിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അത് വേണ്ട പോലെ ആരായണം എന്ന് മാത്രമേ ഉള്ളൂ.
സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ കിട്ടുക. ഏറ്റവും കൂടുതൽ 20% ടോട്ടൽ. ആ 20% ഏറ്റവും കൂടുതൽ കിട്ടുക ഏറ്റവും ദരിദ്ര സംസ്ഥാനത്തിനായിരിക്കും. ആ രീതി അനുസരിച്ച് കുറഞ്ഞു വരും. അപ്പോഴാണ് ഫിസിക്കൽ എഫേർട്ടാണ്. ഫിസിക്കൽ എഫേർട്ട് കേരളത്തിൽ ഇതാ വെള്ളത്തിൽ കിടക്കുകയല്ലേ. CAG റിപ്പോർട്ട് 2022-23 CAG റിപ്പോർട്ട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മേശപ്പുറത്ത് വെച്ചത്, അതായത് പുറത്ത് വിട്ടത്. അതിൻ്റെ 9 വാല്യൂസ് ഉണ്ട്. രണ്ടാമത്തെ വാല്യം റവന്യൂ സെക്ടറിനെ പറ്റിയാണ്. ആ റവന്യൂ സെക്ടറിൽ എന്ത് സന്തോഷകരമായ കാര്യമോ പറയുന്നതെന്ന് അറിയാമോ? 28,258.39 കോടിയാണ് പിരിച്ചെടുക്കാനുള്ള റവന്യൂ വരുമാനം. അതായത് പിരിച്ചെടുക്കാതെ പോയ റവന്യൂ വരുമാനം 28,258.39 കോടി. CAG തന്നെ പഠിച്ചു പറയുന്നു, ഇത് കേരളത്തിലെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 24% വരുന്നു. 24% റവന്യൂ പിരിച്ചെടുക്കാത്ത ഒരു ഗവൺമെൻറ്, അയ്യോ കേന്ദ്രം ചതിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഈ അവസ്ഥയിൽ എത്തിയത് എന്ന് പറയുന്നതിൻ്റെ ആ മൗഢ്യം, ആ ധിക്കാരം ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേ. ഈ ഫിസിക്കൽ എഫേർട്ട് ബിഗ് സീറോ ആയിട്ട് കേരളത്തിന് കിട്ടുള്ളൂ. കാരണം 28,258 കോടി അരിയർ പിരിച്ചെടുക്കാനുള്ള കേരള സംസ്ഥാനം ഫിസിക്കൽ എഫേർട്ടിൽ ബിഗ് സീറോ ആണ്, ഒന്നും കിട്ടില്ല. അപ്പം പിന്നെ ബാലഗോപാലൻ പറയുമ്പോൾ അയ്യോ ഞങ്ങളോട് എടുത്ത് കാണിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വേറൊരു റിപ്പോർട്ട് സാമൂഹിക സുരക്ഷാ പെൻഷൻ പോലെയുള്ള എല്ലാ പെൻഷനുകളെയും ബന്ധിച്ചത് CAG പറയുന്നു 3 പെൻഷൻ ഒരേ സമയത്ത് മേടിക്കുന്നവർ, അതായത് വിധവ പെൻഷൻ, പിന്നെ അതുപോലെ സർവീസ് പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, സാമാന്യം ജീവിക്കാൻ കൊള്ളാവുന്ന പെൻഷനാണ് സർവീസ് പെൻഷൻ. അപ്പം അങ്ങനെ സർവീസ് പെൻഷൻ കിട്ടുന്ന ഒരുത്തി അതിൻ്റെ കൂടെ വിധവ പെൻഷനും അതിൻ്റെ കൂടെ ഡിസബിലിറ്റി പെൻഷനും ഒക്കെ 3 പെൻഷനോ 4 പെൻഷനോ ഒറ്റയടിക്ക് മേടിക്കുന്ന ഒരുപാട് പേരെ, അതായത് CAG സാമ്പിൾ സർവേ നടത്തി 6 ജില്ലകളുടെ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു 1000-ത്തിനടുത്ത് പേരുണ്ട് 3 പെൻഷനുകൾ ഒന്നിച്ച് മേടിക്കുന്നത്. അത് നമ്മുടെ ഖജനാവിന് നഷ്ടമല്ലേ? അങ്ങനെ ആഗ്രഹിക്കാമോ ആരെങ്കിലും? മലയാളിയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ജീവിച്ചിരിക്കുന്നവരെ പോലെ പെൻഷൻ കൊടുക്കുന്നു. CAG കാണിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പേര് മരിച്ചിട്ട് വർഷങ്ങളോളം പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിലേക്ക്, അതായത് ഓർക്കണം നിങ്ങൾ, IKM ഇൻഫർമേഷൻ കേരള മിഷൻ എന്നൊരു സോഫ്റ്റ്വെയർ തന്നെയുണ്ട്, ഒരു കമ്പനി തന്നെയുണ്ട്. ആ കമ്പനിക്ക് തന്നെ ഒരു കോർപ്പറേറ്റ് ബോഡികളുടെ ചെലവുണ്ട് സർക്കാരിന്. എന്നുവെച്ചാൽ ആ കമ്പനി അതിൻ്റെ കൂടെ ഈ മരിച്ചവരുടെ ഒക്കെ ചെയ്യേണ്ടത് സേവന സോഫ്റ്റ്വെയറാണ്. സേവനം ഒരാൾ മരിച്ചാൽ അപ്പം തന്നെ സേവന സോഫ്റ്റ്വെയറിൽ അത് ഡോക്യുമെൻ്റ് ചെയ്യണം, അത് സ്പ്രെഡ് ചെയ്യണം IKM എന്നിട്ടാണ് മരിച്ചു പോയി പല വർഷം ഇങ്ങനെ ഇത് മേടിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് പെൻഷൻ മേടിച്ചു. അപ്പോൾ ഇതുപോലെ ഒരുപാട് അതുപോലെ ഫിസിക്കൽ എഫേർട്ടിനെ പറ്റി പറയുമ്പോൾ, അതായത് ഓഡിറ്റ് ഓരോ സംസ്ഥാന ഗവൺമെൻറ് വകുപ്പിലും എന്നെ ഓഡിറ്റേഴ്സ് അസോസിയേഷൻ PGക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വിളിച്ച് അയ്യോ നമുക്ക് കഴിയുമെന്ന് പറയുന്നു. അതായത് ഞാൻ പറഞ്ഞു കേട്ടത് ഓഡിറ്റിംഗ് എല്ലാ ഗവൺമെൻറ് നികുതി, അതായത് വ്യാപാരികളും വ്യവസായികളും GSTയിൽ അടയ്ക്കേണ്ട നികുതി അവരുടെ അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കും. അതായത് ഇന്റേണൽ ഓഡിറ്റ് നടത്തിയാൽ ഇല്ലെന്ന് കണ്ടുപിടിക്കും. അവരുടെ പുറകെ ചെന്ന് ആക്ഷൻ എടുക്കും. പക്ഷേ CAG ഞങ്ങൾ ഇന്ന വകുപ്പുകളിലേക്ക് ഓഡിറ്റിംഗ് വരുന്നു എന്ന് പറയുമ്പോഴല്ലാതെ ഒരു കാരണവശാലും ഗവൺമെന്റിന്റെ ഓഡിറ്റിംഗ് വിഭാഗം ഓഡിറ്റിംഗ് നടത്തത്തില്ല. ഇതൊക്കെ CAG പറയുന്ന കാര്യങ്ങളാണ്. ഓർമ്മിക്കണം, CAGക്ക് കേരളത്തോട് ഒരു വകയുമില്ല. CAG is an autonomous constitutional body. അത് കേന്ദ്രത്തെ ഒരു ഓഡിറ്റിംഗും വേണ്ട ഹൈവേ അതോറിറ്റിയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അറിയാമല്ലോ ഓരോരുത്തരുടെ സത്യസന്ധത. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാട്ടുകാരെ കൂടുതൽ നിങ്ങൾ പറഞ്ഞ് അറിയിക്കണം. ഇതൊന്നും ഞാൻ കടച്ചുവിട്ട കഥയിൽ ഇതൊക്കെ പത്രങ്ങളിൽ വന്നതാണ്. ഞാൻ 10 മുതൽ 12 വരെ രാത്രിയിൽ 3 പത്രങ്ങളിൽ എനിക്ക് ആവശ്യമുള്ള പീസസ് ഒന്ന് കട്ട് ചെയ്ത് പിൻ ചെയ്തു. അങ്ങനെയാണ് ഈ പഴയ കാര്യം ഓർമ്മിക്കുന്നത്. അതായത് ഈ ഫയലിൽ അങ്ങനെ അതിന് മെമ്മറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത് നരേന്ദ്ര മോദി ഇനി ഈ ഇവിടെയൊന്നും ഓഡിറ്റിംഗ് പോകേണ്ട CAG. എന്തുകൊണ്ടാണ്?
ഗവൺമെൻറ് എടുക്കുന്നില്ല. CAG എന്ത് പറഞ്ഞാലും മാർഷലാണ് എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ നോക്കുമ്പോൾ ഫിസിക്കൽ എഫേർട്ടിന് കേരളത്തിന് എത്ര കിട്ടും? കേരളത്തിന് ഫിക്സിയോ. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഇങ്ങനെ ചേർന്നതായി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതായത് റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള കണക്ക്. റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ഒരിക്കലും സംസ്ഥാന ഗവൺമെൻറ്, അത് LDF ആകട്ടെ UDF ആകട്ടെ, പറ്റാറില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ദൂർച്ചെലവുകൾ. അതുപോലെ തന്നെ അതായത് വരുമാനം നമ്മൾ പറഞ്ഞല്ലോ, CAG കുട്ടിക്കാഴ്ചകൾ പിരിച്ചെടുക്കില്ല. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും വേണ്ട രീതിയിൽ പിരിച്ചെടുക്കില്ല. അപ്പോൾ ഒരു വശം അങ്ങനെ, മറുവശത്ത് അനാവശ്യ ചെലവുകൾ. PSCയുടെ കാര്യം തന്നെ എടുത്തോളൂ. ഇവിടെ 21-22 മെമ്പേഴ്സാണ് PSC ഉള്ളത്. സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 9 മെമ്പേഴ്സേ ഉള്ളൂ. നേരത്തെ 11 ഉണ്ടായിരുന്നു, ഇപ്പോൾ 9 ആയിട്ടുള്ളത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പറയണം, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അദ്ദേഹം ടൈം സ്ക്വയറിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാർക്സ് തിരിച്ചു വന്നാൽ, വീണ്ടും ഒരു ജന്മം എടുത്ത് തിരിച്ചു വന്നാൽ ആദ്യത്തെ അടി ടൈം സ്ക്വയറിൽ ഇരിക്കുന്ന മക്കാലത്തിന് തിരിക്കുന്നു. അത് അദ്ദേഹത്തിന് കണ്ടു. അപ്പം ഞാൻ എന്നൊക്കെ എനിക്ക് കേട്ടുവൊന്നുമില്ല, പറഞ്ഞിട്ട് മനസ്സിലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് അവസ്ഥ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആഫ്റ്റർ ഫെയിലിയർ, ആ വകയിൽ കേരളത്തിൽ ഒരു പൈസ ഫിനാൻസ് കമ്മീഷന് കിട്ടില്ല. പിന്നെ അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട സ്പെഷ്യൽ പ്രോബ്ലം 15% അതിനാണ്. എന്തായിരിക്കാം കേരളത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച സ്പെഷ്യൽ പ്രോബ്ലം? അങ്ങനെയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടുന്നത്. അല്ലാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഫിനാൻസ് കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുക്കുന്നില്ല. സ്പെഷ്യൽ പ്രോബ്ലംസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളവർക്കാണ് കൊടുക്കുക. എന്തായിരിക്കാം കേരളത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ പ്രോബ്ലം? കേരളത്തിൻ്റെ സ്പെഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് എയ്ഡഡ് സെക്ടറാണ്. അതായത് ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും ഏകദേശം 20% എയ്ഡഡ് സെക്ടറിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എയ്ഡഡ് സെക്ടർ ഇല്ല. അപ്പോൾ അത് തന്നെയായിരിക്കണം ഇവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ പ്രോബ്ലം. ഇനിയുള്ള സ്പെഷ്യൽ പ്രോബ്ലം അത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത പ്രധാനപ്പെട്ട പ്രോബ്ലം ഇതായിരിക്കും. ഇത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇത് എയ്ഡഡ് സെക്ടറിനാണ്. നിങ്ങളെതിരെ എയ്ഡഡ് സെക്ടറിന് കൊടുക്കുന്നതെന്ന് ചോദിക്കാൻ സെൻട്രൽ ഗവൺമെൻറ് വരില്ല, സംസ്ഥാന ഗവൺമെൻറ്റും പറ്റില്ല. ബിക്കോസ് എയ്ഡഡ് സെക്ടറിനെ ഇങ്ങനെ പരിപാലിക്കുന്നത് കൊണ്ടാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ അപ്പർ ഹാൻഡുള്ള കേരളത്തിന് 1980-കൾ തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ നാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഒക്കെ പറയാറുണ്ട്, കേരളമാണ് അന്താരാഷ്ട്ര, അതായത് ഡെവലപ്ഡ് ഇക്കോണമീസിനോട് ഇക്വാളിറ്റിയുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഷെയർ ചെയ്യുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ എയ്ഡഡ് സെക്ടറില്ല. അപ്പോൾ പ്രൈവറ്റ് സ്കൂൾസ് ആർ നോട്ട് ആസ് ഗുഡ് ആസ് എയ്ഡഡ് സെക്ടറിൽ. ഇവിടെ എയ്ഡഡ് സെക്ടർ നമുക്ക് ഗവൺമെൻറ് സെക്ടറിയെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ അതായിരിക്കാം ഈ സ്പെഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്താണെന്ന് എനിക്ക് അത്ര ക്ലിയർ അല്ല. കാരണം ഓരോ സംസ്ഥാനത്തിൻ്റെ ഇതൊക്കെ പഠിച്ചിട്ട് ഇതായിരിക്കണം. പക്ഷേ കേരളത്തിൽ ഹൈലൈറ്റ് ഉള്ള വേറൊരു പ്രധാനപ്പെട്ട കാരണം അതെന്താണ്? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അതെന്തായിരിക്കും കേരളത്തിൻ്റെ? അതായത് 2030 ആകുമ്പോഴേക്കും കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഒരു പ്രത്യേകത UNFPA UN പോപ്പുലേഷൻ പോളിസി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ട്, അതായത് 22.8% കേരള 60+, അതായത് സീനിയർ സിറ്റിസൺസ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഇപ്പോഴും അതെ. അത് 22%, 22.8% മാറും 2030 ആകുമ്പോഴത്തേക്കെന്നാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാം. 5 ട്രില്യൺ ഇക്കോണമിയെ പറ്റി നമ്മുടെ നരേന്ദ്രമോദി ഉച്ചം കൊള്ളുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളെനിക്ക് കാണുന്ന സമയത്തേക്കാൾ കൂടുതൽ എടുത്തു പോകും കേട്ടോ. 5 ട്രില്യൺ എന്ന് പറഞ്ഞ് വലിയ സ്വപ്നം നമുക്ക് നേരെ നിന്നിട്ടുമ്പോൾ നിങ്ങൾ ചോദിക്കാവുന്ന എത്രയാണ് ഒന്നാമത്തെ GDP അമേരിക്കയ്ക്ക്? എത്ര ട്രില്യനാണ്? 25 ട്രില്യൺ. എത്രയാണ് അവരുടെ പോപ്പുലേഷൻ? 34 കോടി. 34 കോടി ജനങ്ങൾക്ക് 25 ട്രില്യനെ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നത് പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്? വലിയ പെർ ക്യാപിറ്റ ഇൻകം അല്ലേ? നേരെ മറിച്ച് രണ്ടാമത്തെ ലാർജസ്റ്റ് പോപ്പുലേഷൻ, രണ്ടാമത്തെ ഹൈയസ്റ്റ് GDP ആർക്കാണ്? ചൈനയ്ക്ക്. ചൈനയ്ക്ക് 18 ട്രില്യൺ, 18 ട്രില്യൺ. എന്താണ് അവരുടെ പോപ്പുലേഷൻ? 142 കോടി 57 ലക്ഷം. അത് UNFPAയുടെ കണക്കാണ്. 142
2,52,57,00,000. അപ്പം 18 ട്രില്യൺ ഉണ്ടെങ്കിലും അമേരിക്കയുടെ പെർ ക്യാപിറ്റൽ ഇൻകം വരില്ല, വളരെ ലോയാണ് പെർ ക്യാപിറ്റൽ. ഇനി ഇന്ത്യയിലേക്ക് വരിക 2030 5 ട്രില്യൺ ആണെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്താണ്? UNFPAയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ വേൾഡ്സ് ലോങ്സ്റ്റ് പോപ്പുലേഷൻ, ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷനായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. 142,86,00,000. ചൈനയുടെ എത്രയാ? 142,57,00,000. ഇന്ത്യയുടേത് 142,86,00,000. ഈ എത്രയാണ് നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ? 3.7 ട്രില്യൺ. 3.7 ട്രില്യൺ 142,86,00,000 ജനങ്ങളുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പൂവർ പ്രഖ്യാപിച്ചു. എന്നിട്ട് 5 ട്രില്യൺ ഇന്ത്യയുടെ പോപ്പുലേഷൻ 150 കോടി കഴിയും. അപ്പോൾ അപ്പോഴും പ്രഖ്യാപിച്ച എന്താ പഴയതുപോലെ. പിന്നെ ഈ ഉള്ള 5 ട്രില്യണോ അദാനിയും അംബാനിയും മറ്റു ചെലവും തമ്മിൽ പങ്കിട്ടു, സാധാരണക്കാർ കിട്ടും. നിങ്ങൾ ഓർമ്മയുടെ ഓക്സ്ഫാമിൻ്റെ പിന്നെ അസമത്വ സർവേ റിപ്പോർട്ട് വന്നത്, ഞാൻ അതിലേക്കൊക്കെ പോയ ധനപ്രതിസന്ധി അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാണ് നരേന്ദ്രമോദി പറയുന്ന 5 ട്രില്യൺ ഇക്കോണമിയുടെ ട്രാജഡി. ഇത് പറയണം, കിട്ടുന്ന വേദികളിലൊക്കെ നിങ്ങൾ പറയണം. ഇന്ന് നമ്മുടെ ഒരു MP ഞാനിത് ഫീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവിടെ സപ്ലിമെന്ററി ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ലോകസഭയിൽ അവതരിപ്പിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഒരു MP എന്നോട് പറഞ്ഞ് കുറേ പോയിന്റ്സ് ഇതുപോലെ ഉരുക്കി കൊടുക്കുന്ന കുറേ പോയിന്റ്സ് ഞാൻ അദ്ദേഹത്തിന് എഴുതി വാട്സാപ്പിൽ കൊടുത്ത് അദ്ദേഹം സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അത് അവിടെ എത്തുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വരട്ടെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏത് MP ആണ്, എന്ത് ചോദ്യമാണ് ചോദിച്ചതൊക്കെ എന്ന്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരാണ്, അത് ഞാൻ അദ്ദേഹത്തിന് ഈ പറയുന്ന MP അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2030 22.8% പോപ്പുലേഷൻ 60+ ആവും കേരളത്തിൽ. അതുകൊണ്ട് ജെറിയാട്രിക് കെയറിന് വേണ്ടി ഒരുപാട് എല്ലാ ജില്ലകളിലും ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് തുടങ്ങണം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ആ MP-യോട് എഴുതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മിക്കവാറും പിന്നെ നല്ല പിന്നെ ഇൻപുട്സ് ആണ്. അപ്പോൾ അദ്ദേഹം തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്യും. അപ്പം അദ്ദേഹം അത് പറയും. ഇന്നല്ലെങ്കിൽ വേറൊരു ദിവസം ഉറപ്പായിട്ടുണ്ട്. അപ്പം മാറ്റാൻ പോവുകയാണ്, നോംസ് മാറ്റുകയാണ്, നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചോളൂ. അപ്പം പറയുമ്പോൾ ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, പോപ്പുലേഷൻ മാറ്റിയാൽ ശരിയാവില്ല, ഞങ്ങൾക്ക് കുറഞ്ഞു പോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. അതിന് കശുവണ്ടിക്കരി പോകുന്ന മേടിച്ചിട്ട് കലമൊക്കെ വിളിച്ച് വളരെ സ്നേഹപൂർവ്വമാണ് ഉണ്ടായി. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. എനിക്കറിയാം ഫിനാൻസ് കമ്മീഷൻസ് വരുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടത്താൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് അറിഞ്ഞിട്ട് വേണ്ടേ ഇതൊക്കെ, അവരിതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി സർക്കാർ സർവീസിലേക്ക് പിന്നെ ചെറിയ ഉദ്യോഗത്തിൽ വരുന്നവർക്ക് എനിക്ക് PhD ഒക്കെ വേണമെന്ന് നിർദ്ദേശിക്കണമെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അതിനുവേണ്ടി പുസ്തകം വായിക്കാനും നൽകുന്നുണ്ട്. അപ്പോൾ അറിവെന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി കൺസ്ട്രക്റ്റഡ്. സ്ഥിരമായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാത്തവർ പഠിച്ചതുകൊണ്ട് ഡിഗ്രി എടുത്തു കൊടുക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് ഫിനാൻസ് കമ്മീഷൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിന് ഒരു ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് കേന്ദ്ര ഗവൺമെൻറ് ഒരു സംസ്ഥാനത്തോടും ഈ റെവല്യൂഷൻ കാലത്തിൽ പ്രത്യേക ബയസ് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ സീതാരാമൻ വല്ല ബയസ് കാണിച്ചു എന്ന് എനിക്കൊരു ചെറിയ സംശയമാണ്. കാരണം ഈ ഒറ്റ കാര്യമേ അതിനകത്തുള്ളൂ. പോപ്പുലേഷൻ ബേസ് മാറിയതിന് വന്ന നഷ്ടം 0.57 നഷ്ടം. പക്ഷെ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ട് അവർക്കാർക്കും ധനപ്രതിസന്ധിയില്ല. അപ്പം അതല്ല ധനപ്രതിസന്ധിയുടെ കാര്യമെന്ന് വളരെ ക്ലിയറാണ്. അപ്പം ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. 5ാം ശമ്പള പരിഷ്കരണം, അത് 1997-98 കേന്ദ്ര ഗവൺമെൻറ് 5ാം ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നത്. അതുവരെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് ശമ്പളം വളരെ കുറവായിരുന്നു. അന്ന് ആ ശമ്പള പരിഷ്കരണത്തിൽ 40% മുതൽ 60% വരെ വർധനമാണ് ഒറ്റയടിക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ശമ്പള പരിഷ്കരണം നടത്തി കഴിഞ്ഞത് കേന്ദ്രം നടത്തി കഴിഞ്ഞപ്പോൾ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റുകളും ആ ശമ്പള പരിഷ്കരണം അതേ പാറ്റേണിൽ തന്നെ നടപ്പാക്കി. അപ്പോൾ കേരളത്തിൽ അന്ന് LDF ഭരിക്കുന്നു 97-98. മുഖ്യമന്ത്രി പറഞ്ഞു അടുത്ത ഗവൺമെൻറ് ഞങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നടപ്പാക്കാമെന്ന് പറഞ്ഞ് തത്വത്തിൽ അംഗീകരിച്ചു. 2000-2001 ഗവൺമെൻറ് ഫോം ചെയ്തു. പക്ഷേ UDF മുഖ്യമന്ത്രിയായിട്ട് വന്നത് AK ആന്റണി. AK ആന്റണി ഇത് 40% മുതൽ 60% വരെ വർധനവ് വരുത്താം എന്ന് വെച്ചാൽ ഖജനാവ് കൂട്ടി പിടിക്കുന്നു. ആ അവസ്ഥയാണ് മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും വലിയ തോതിൽ ഈ നഷ്ടം
കണക്കാക്കാൻ പറ്റില്ല. കുറച്ചുകൂടി ഒന്ന് അമിക്കബിളായിട്ട് കുറച്ച് കൊണ്ടുവന്നാൽ നമുക്ക് ഇത് നടപ്പാക്കാം. നിങ്ങൾക്കറിയാം, പിറ്റേ ദിവസം മുതൽ 36 ദിവസം നീണ്ട സമരം. ഗവൺമെൻറ് ജീവനക്കാരും എയ്ഡഡ് സെക്ടർ ജീവനക്കാരും 36 ദിവസം നീണ്ട സമരം. അവസാനം മുഖ്യമന്ത്രി പിന്നെ കൂട്ടുമുടക്കി. ഈ ജീവനക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ 40 മുതൽ 60% വരെ വർധന വരുത്തി ശമ്പള പരിഷ്കരണം. ആ സമയത്ത് സംസ്ഥാന ഗവൺമെൻറ് ഇറക്കിയ ഒരു ധവളപത്രമാണ്, അതെടുത്ത് നോക്കണം. അപ്പം നമുക്കറിയാം എന്തോ ബിജെപി സ്വന്തം ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതിൽ ഞാൻ ആ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒരു കാരണവശാലും ആ ശമ്പള പരിഷ്കരണം അതുപോലെ നടപ്പാക്കിയിരിക്കും. അങ്ങനെ തൻ്റെയിടമുള്ള മുഖ്യമന്ത്രിമാർ, അതായത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ സർക്കാർ ജീവനക്കാർക്കോ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കോ വേണ്ടിയല്ല, ഗവൺമെൻറ്റുകൾ ജനസേവനത്തിന് വേണ്ടിയുള്ളതാണ്. ആ ധാർമ്മിക ബോധം ഗവൺമെൻറ്റുകൾ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള തിരിമറികൾ നടത്തുന്നത്. അവരുടെ ഇഷ്ടാഗ്രഹിക്കുക, അവരുടെ കാര്യത്തിനുമുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലാത്തവരെ തിരസ്കരിക്കുക, ഈ രീതി. അപ്പോൾ എന്തായാലും ശമ്പള പരിഷ്കരണം നടത്തി ഭയങ്കര ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് പോയി. ഈ സംസ്ഥാനം മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളും, അതായത് ശമ്പള പരിഷ്കരണം നടത്തിയ മുഴുവൻ സംസ്ഥാനങ്ങളും ശമ്പള പ്രതിസന്ധി ധനപ്രതിസന്ധിയിലേക്ക് പോയി. അങ്ങനെ പോയപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് 2002 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് കൊണ്ടുവരുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റുകൾ 2003 അതിൻ്റെ കൺഫർമേഷൻ ആക്ടുകൾ പാസ്സാക്കി. സംസ്ഥാന ഗവൺമെൻറ്റും കേരള സംസ്ഥാന ഗവൺമെൻറ്റും ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കൺഫർമേഷൻ ആക്ട് പാസ്സാക്കി. അപ്പോൾ എന്താണ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ആണെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അപ്പോൾ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിൽ പോകുന്നില്ല, ഇച്ചിരി സമയം പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൻ്റെ ഒന്നാമത്തേത്? റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കുക 5 വർഷം കൊണ്ട്. എന്താ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ? റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസം, അതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞത്. അത് 0 ആക്കുക എന്ന് വെച്ചാൽ കിട്ടുന്ന റവന്യൂ ചെലവിന് എടുക്കുക, കൂടുതൽ ചിലവാക്കാതിരിക്കുക. എന്താണ് ഈ റവന്യൂ ചെലവെന്ന് പറഞ്ഞാൽ? അതുകൂടി മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ, റവന്യൂ ചെലവെന്ന് പറഞ്ഞാൽ ശമ്പളം, പെൻഷൻ, പലിശ, ഇതാണ് പ്രധാനപ്പെട്ട. അതിനാണ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഒരു മാസം ശമ്പളം കിട്ടിയെങ്കിൽ ഇപ്പം ശമ്പളം ഗഡുക്കളാകുമെന്ന് കേട്ടപ്പോഴേ സർക്കാർ ജീവനക്കാരുടെ ഉള്ളിൽ കളിക്കാൻ പറ്റും, അവർ പിടിക്കാൻ പറ്റും. അതാണ്. അപ്പം ശമ്പളം, പെൻഷൻ, പലിശ കിട്ടിയില്ലെങ്കിൽ കടം കൊടുക്കുന്നവർ പിടിച്ചടിക്കും. അപ്പം ഈ മൂന്നുമാണ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. പിന്നെ ഇല്ലേ ചെലവുകൾ ഇഷ്ടം പോലെ. ഉദാഹരണത്തിന് നിത്യനിദാന ചെലവുകൾ സെക്രട്ടേറിയറ്റില്ല. ഗവൺമെൻറ് ഒരു കേരളീയ നടന്നു വിചാരിച്ചാലും ചെലവില്ല. ഗവൺമെൻറ്റിന് നവകേരള സദസ്സ് നടത്തുന്നതിനോ ചെലവില്ല. അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കണം, ഡിജോകാരനൊക്കെ ചാനലിൽ പോയി ഇത് പറയണേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കനത് ഫണ്ടിൽ നിന്ന് ഇത്ര എമൗണ്ട് നവകേരള പരിപാടിക്ക് കൊടുക്കാൻ പറയാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താ അതിൻ്റെ പേര്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഒരു ഗവൺമെൻറ് ബോഡിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള അധികാരം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനുമുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുണ്ട്. പക്ഷേ ഈ 3 കൂട്ടിനും ഒരു ഫെഡറൽ സംവിധാനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്ത് നിൽക്കണമെന്ന് മാത്രം. 4% പ്ലാൻ ഫണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ് പ്ലാൻ ഫണ്ട്. അവരുടെ വലിയ എന്താ പറയുക മൂലധന ചെലവിന് വേണ്ടി. അത് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്ന 18.4%. എന്നിട്ടാണ് നിങ്ങളുടെ തനത് ഫണ്ട്. അവരുടെ തനത് ഫണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ആ വാദം നിങ്ങൾ ഊന്നി പറഞ്ഞാൽ മതി. തദ്ദേശ സ്വയംഭരണം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം, അതായത് കൗൺസിലുകൾക്ക് കൊടുക്കാം. സെക്രട്ടറിക്കുള്ള അധികാരമില്ല. സെക്രട്ടറി ഗവൺമെൻറ് എംപ്ലോയി, അവിടെ ഒരു അധികാരമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് കിട്ടാൻ കൗൺസിൽ മെമ്പേഴ്സ് ആരൊക്കെയാണ് അവർ തീരുമാനിക്കണം. അതിൽ തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ അവകാശ പരിധിയിലുള്ള റവന്യൂ മോബിലൈസേഷനാണ് തനത് ഫണ്ട് എന്ന് പറയുന്നത്. ആ ഫണ്ട് ഈ നവകേരളത്തിന് കൊടുക്കാൻ പറയാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരമില്ല. 2, ഫിസ്ക്കൽ ഡെഫിസിറ്റ് GSDPയുടെ 3
ബജറ്റിംഗ് പിടിക്കുന്ന ആദ്യത്തെ ടേബിൾ തന്നെ അതിൻ്റെ ആദ്യത്തെ ടേബിളിൻ്റെ ഒരു ഏറ്റവും അവസാനം ഒരു സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതിൽ നിന്ന് കഴിഞ്ഞിട്ട് താല്പര്യമെങ്കിൽ ഇത് കൊണ്ടുപോകുന്നു. ഇത് എനിക്ക് പേപ്പർ ഇറക്കി വെച്ചിട്ടുള്ളതാണ്. ഇതങ്ങനെ അപ്പം പ്രക്രിയയാണ് കേട്ടോ. അതിനുവേണ്ടി എങ്ങനെ ഇതൊക്കെ ഇല്ലേ വളരെ വിലവിൽ നിന്നില്ല. ധനക്കമ്മി, അതിന് മലയാളത്തിൽ പറയുന്നത് ധനക്കമ്മി 3% നിജപ്പെടുത്തണം. ഓരോ വർഷവും ധനക്കമ്മി 3% നിജപ്പെടുത്തണം. ഞാൻ പുസ്തകം എഴുതി പറഞ്ഞില്ലേ, അതിനകത്ത് ഞാൻ പഠിച്ചു. ധനക്കമ്മിയുടെ 82%, അതായത് ധനക്കമ്മി നടത്താനാണ് കടം വേണ്ടിയത്. കടം വേണ്ടിയതിൻ്റെ 82% വരെ റവന്യൂ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ടുള്ള ദൂരമായ നടപടിയാണത്. അതായത് ധനക്കമ്മിക്ക് വേണ്ടി എന്ന് വെച്ചാൽ മൂലധന ചെലവാണ്. ധനച്ചെലവ് എന്ന് പറഞ്ഞാൽ മൂലധന ചെലവാണ്. റോഡ്, പാലം, സ്കൂൾ ബിൽഡിങ്സ് അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ, അതായത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ? ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ? റോഡ്, പാലം, ഇതൊക്കെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മൂലധന ചെലവ് എന്ന് പറയുന്നത്. അങ്ങനെ മൂലധന ചെലവിന് വേണ്ടി കടമെടുക്കുന്നത് 82% റവന്യൂ ചെലവിന് വേണ്ടി വക മാറ്റുന്നു. അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മുടെ ധനപ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് രണ്ടാമത്തേതാണ്. 3% കൂടാൻ പാടില്ല. ഇനി മൂന്നാമതൊരു പ്രധാനപ്പെട്ട കണ്ടീഷനുണ്ട്, സഞ്ചിത കടം, ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ്. എന്താണ് സഞ്ചിത കടം അഥവാ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് ഫോം ചെയ്ത 1986 മുതൽ ഇതുവരെ അക്യുമുലേറ്റ് ചെയ്ത കടം. ആ കടമാണ് സഞ്ചിത കടം. ആ സഞ്ചിത കടം GSDPയുടെ, എന്താണ് GSDP? ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനം. അതിൻ്റെ 29% കൂടാൻ പാടില്ല. അതിൻ്റെ 29% കൂടാൻ പാടില്ല. 2012 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് ഇത് ഈ സഞ്ചിത കടം 29% അകത്തായിരുന്നു. ഇപ്പോഴും നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ 28, 27, 26 എന്ന രീതിയിലാണ് സഞ്ചിത കടത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ കാര്യമോ? കേരളത്തിൽ 2019-20 31.8%, 20-21 മുതൽ 37%, 38% ഈ തരത്തിൽ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, സംസ്ഥാന കടവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട്. അതിനകത്ത് 3 സംസ്ഥാനങ്ങളെയാണ് എടുത്തു പറയുന്നത്. ഏറ്റവും കൂടുതൽ കടം ബാധ്യതയുള്ളത് ജമ്മു കാശ്മീർ, തുടർന്ന് പഞ്ചാബ്, മൂന്നാമത് കേരളം. കേരളത്തിൻ്റെ ഈ വർഷത്തെ ബജറ്റിൽ ബ്രീഫിൽ പറഞ്ഞിരിക്കുന്ന കടം എത്രയാണെന്നറിയാമോ? 4,08,164.13. ഇത് ബജറ്റിൽ ബ്രീഫിൻ്റെ ഏത് പേജിലാണെന്നറിയാമോ? A10 പേജ്. A10 പേജിൽ A7 ടേബിൾ എഴുതാൻ നമ്മുടെ സംഗീത കടത്തെ പറ്റിയുള്ള പൂർണ്ണ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. കടമെടുക്കുന്നത് ബോർഡ് വഴി, കടമെടുക്കുന്നത് റിസർവ് ബാങ്ക് വഴിയാണ്. അതുകൊണ്ടാണല്ലോ റിസർവ് ബാങ്ക് വഴി അല്ലാതെ CDPQനെ ഇൻവെസ്റ്റ് ചെയ്യാൻ എവിടെ പോയി? ടോംസൈസും മുഖ്യമന്ത്രി വന്നേടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് വഴി അല്ലാതെ ഒരു ഫോറിൻ ഏജൻസിയിൽ നിന്നും സംസ്ഥാനങ്ങളിൽ കടമെടുക്കാൻ പാടില്ല. അത് വയലേറ്റ് ചെയ്യുമ്പോഴാണ് സമ്മൺസ് എന്ന് പറഞ്ഞ് കോടതിയും ടോംസൈസും തമ്മിൽ ലാഭഭാവം നടക്കുന്നത്. ഒരു പക്ഷേ എങ്ങനെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിക്ചർ ചെയ്യുന്നതാണ്. അതോടെ നിർമ്മല എപ്പോഴാണ് പിക്ചർ ചെയ്യുന്നത് താഴ്ത്തിയതെന്ന് കൂടി പറയും. റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് വന്നു. ഏത് റിപ്പോർട്ട്? 3 സംസ്ഥാനങ്ങൾ മാത്രമേ GSDPയുടെ 35% കൂടിയ സംസ്ഥാനങ്ങളുള്ളൂ. ജമ്മു ആൻഡ് കാശ്മീർ, പഞ്ചാബ്, കേരളം. അത് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മല സീതാരാമൻ പറഞ്ഞു, നിങ്ങൾ
ചെയ്യാം? ഇതൊക്കെ ഓർത്തിരുന്നാലല്ലേ ഒരു ഷൂട്ടിങ് ചെയ്യാൻ, ആരെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു വെടിയില്ല ഇതൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് പറഞ്ഞത്? 3% കുറഞ്ഞു. ആ 3% കുറഞ്ഞാൽ എത്രയാണ് ഇപ്പോൾ നമുക്ക് നോക്കാം? എത്രയാണ് ഈ തന്നെ പറയുന്നുണ്ട്. ഈ വർഷത്തെ എക്സ്പെക്ട് ചെയ്യുന്ന GSDP എത്രയാണെന്ന് അറിയാമോ? അതായത് നമ്മുടെ മൊത്ത ആഭ്യന്തര വരുമാനം ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 11,32,194 കോടി. 11,32,194 കോടി. ഒന്നാം പേജിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. കിഫ്ബി വഴിയുള്ള കണക്കെടുപ്പ്. എന്തുകൊണ്ടാണ് കിഫ്ബിയോടും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഡിവിഷനോടും കേന്ദ്ര ഗവൺമെന്റിന് ഇത്ര ചിറ്റം വന്നത്? അതാണ് ഇതിൽ ചോദിക്കുന്നത്. ആലോചിക്കുക. 2012 കിഫ്ബി, അതായത് പിണറായി സോറി PS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. ആ LDF ഗവൺമെന്റ് ധനമന്ത്രി തോമസ് ഐസക്കാണ് അന്ന് ഈ കിഫ്ബിയുടെ ആക്ട് കൊണ്ടുവരുന്നത്. ആക്ട് കൊണ്ടുവന്നപ്പോൾ കിഫ്ബി ആക്ട് പുറത്തുനിന്നുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, കടമെടുക്കാനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അതിൻ്റെ സമ്പൂർണ്ണ ഓഡിറ്റിംഗ് പിന്നെ CAG ആവാറുണ്ട്. പക്ഷേ 2016 വരെ പിന്നെ വന്നത് UDF ഗവൺമെന്റ് കിഫ്ബി വഴി വായ്പ എടുത്തില്ല. കിഫ്ബി മരിച്ചു കിടന്നു, ശീതീകരിച്ച് കിടന്നു. അങ്ങനെ 2016 വീണ്ടും ഭരണത്തിൽ വന്നപ്പോൾ ഈ കിഫ്ബിയെ പൊടികെട്ടിയെടുക്കുക മാത്രമല്ല ഒരു അമൻമെന്റ് വരുന്ന എന്താണ്? CAGയുടെ റിപ്പോർട്ട്, സമ്പൂർണ്ണ റിപ്പോർട്ട് വേണം. കള്ളക്കളി വേണമെന്നുള്ളത് ലക്ഷണമല്ലേ? CAG സമ്പൂർണ്ണ റിപ്പോർട്ട് വേണ്ട എന്ന് പറയുന്നത്. അതിൻ്റെ ആ പ്രാഥമിക ഘട്ടത്തിലെ മാത്രം ഓഡിറ്റിംഗ് മതി. CAGയുടെ സമ്പൂർണ്ണ ഓഡിറ്റിംഗ് വേണ്ട എന്നൊരു അമൻമെന്റ് അസംബ്ലിയിൽ കൊണ്ടുവന്ന് പാസ്സായി. എന്നിട്ട് 2016-17 ബജറ്റിലാണ് ആദ്യം കിഫ്ബി വഴി കടമെടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ആ ബജറ്റിൽ തന്നെ തോമസ് ഐസക് എന്ത് ചെയ്തു? 1% സെസ്, ഇൻകം സെസ് ഏർപ്പെടുത്തി. ആ 1% സെസ് നേരെ പോകുന്നത് കിഫ്ബി അക്കൗണ്ടിൽ. എന്ന് വെച്ചാൽ ഖജനാവിൽ പോകേണ്ട 1% നേരെ കിഫ്ബി അക്കൗണ്ടിൽ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇന്ത്യയിലെ ഗവൺമെന്റ് കോർപ്പറേഷൻ എത്രയാണെന്നറിയാമോ? 1000 പേർക്ക് 18 ശരാശരി വീടുകൾ. കേരളത്തിലും 1000 പേർക്ക് 466 വീടുകൾ. ഈ വീടുകളൊക്കെ വെട്ടേണ്ടതില്ലല്ലോ. ഒരു ലീറ്റർ പെട്രോൾ അടിച്ചിട്ടാവും 1% സെസ് വരുന്നത്. ആ സെസ് എങ്ങോട്ടാണ് പോകുന്നത്? സെസ് പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ട്, ഖജനാവിലേക്കല്ല. അപ്പോൾ ഒരു കൊട്ടിലൂടി ബന്ധമുണ്ട്. അമ്മയും കുട്ടിയും തമ്മിൽ ഒരു കൊട്ടിലൂടി ബന്ധം അവിടെ കിഫ്ബി ബജറ്റിലുണ്ട്. അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ചൂണ്ടിക്കാണ്. തീർന്നില്ല സുഹൃത്തുക്കളെ. ആരാണ് സോവറിൻ ഗ്യാരണ്ടർ? ആരാണ് സോവറിൻ ഗവൺമെന്റ്? എന്തുകൊണ്ടാണ് CDPQ ഈ 2185 കോടി CDPQ എന്ന പെൻഷൻ കമ്പനി, കനേഡിയൻ പെൻഷൻ കമ്പനി, അവിടെ പിന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് ഈ കിഫ്ബിയുടെ പിന്നെ ബോണ്ടിന് നിക്ഷേപിച്ചു? എന്തുകൊണ്ടാണ്? അതിൽ സോവറിൻ ഗ്യാരണ്ടി ഉണ്ട്. സോവറിൻ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല ഗ്യാരണ്ടർ. സംസ്ഥാന ഗവൺമെന്റ് ഫെയിലായാൽ, കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥ വന്നാൽ ബെയിൽ ഔട്ട് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. അതാണ് ആ ഗ്യാരണ്ടിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് CDPQ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടികൾ മുമ്പ് മുന്നിലേ ഈ മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്നോ? നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50%. ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഡെൻസിറ്റി ഓർമ്മയുണ്ടല്ലോ. 1000 പേർക്ക് 466 വെഹിക്കിൾസ് ഉണ്ട് കേരളത്തിൽ. ഓൾ ഇന്ത്യ തലത്തിൽ 18 ഉള്ളപ്പോൾ. അപ്പം വെഹിക്കിൾ ഡെൻസിറ്റി വളരെ കൂടുതലല്ലോ കേരളത്തിൽ. അങ്ങനെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50% നേരെ പോകുന്നത് കിഫ്ബിയിലേക്ക്. അങ്ങനെ 3 പൊട്ടിക്കൊടുക്കുന്നു. ഈ ബന്ധങ്ങളൊന്നും കേന്ദ്ര ഗവൺമെൻറ് ബജറ്റിന് ആർക്കും കൊടുക്കുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നില്ല. ഇത് കേരളത്തിൽ മാത്രം ഈ കിഫ്ബിയുടെയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ പദ്ധതിയിൽ പറയില്ല. ഇതൊക്കെ കാരണം കൊണ്ടാണ് ഇത് ബജറ്റിനകത്താക്കണം എന്ന് നിർമ്മലാ സീതാരാമൻ ശഠിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നത് അത് യുക്തിഹീനമാണ്, അത് ഗവൺമെൻറ്റിനോട് കേരളത്തോടുള്ള അവഗണനയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും നമുക്ക് യുക്തിക പഠിച്ചു കൊടുക്കാറിയാം. കാരണം ഈ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെയും ഈ സെസ്സിൻ്റെയും എമൗണ്ട് നേരെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കിഫ്ബി വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് വാങ്ങുന്നത്. ഇപ്പോൾ കിഫ്ബി വഴി നിങ്ങൾക്കറിയാമോ? ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കടം എടുത്തതിന് 9.72% പലിശയ്ക്കാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കടം എടുത്തത്.
പറഞ്ഞില്ലേ ഫിച്ച് റേറ്റിംഗ് DB നെഗറ്റീവ് ആക്കിയെന്ന്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ധനമന്ത്രി RBI വഴി ബോണ്ട് വിറ്റ് കടമെടുത്തപ്പോൾ 7% പലിശ കൊടുക്കേണ്ടി. അതായത് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കാണാൻ ഗവൺമെൻറ് ആണെങ്കിലും കടം എടുക്കുമ്പോൾ പലിശ കൊടുക്കും. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കടക്കണിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. കാർഷിക മേഖലയിലെ കൃഷി നിർത്തി എല്ലാം കഴിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, പ്രവാസികളുടെ റെമിറ്റൻസ് അയക്കാൻ തുടങ്ങിയപ്പോൾ കൺസ്ട്രക്ഷൻ മൂവിംഗ് നിങ്ങൾക്കറിയാം. 80-കൾ തൊട്ട് 90-കൾ തൊട്ട് 2000 വരെ 20 വർഷക്കാലം ഇവിടെ കൺസ്ട്രക്ഷൻ മൂവായിരുന്നു കേരളത്തിൽ. എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷൻ മൂവുള്ള പ്രവാസികൾ അയക്കുന്നതാണ് ആദ്യ പ്രയോറിറ്റി എല്ലാവരും കൊണ്ടുവരുന്നില്ല അല്ലേ? ജീവിതത്തിൽ ഒരിക്കലും കൂടണം. അപ്പോൾ ആ മൂവിലേക്ക് എന്നിട്ട് ഈ കൺസ്ട്രക്ഷൻ സെക്ടർ ഭയങ്കര സെക്ടറാണ് കേട്ടോ. നികുതി വരുമാനം ഒട്ടും വർദ്ധിച്ചിട്ടില്ല സെക്ടറിൽ. കൺസ്ട്രക്ഷൻ സെക്ടർ ബൂം ചെയ്യുമ്പോൾ ആ സെക്ടറിൽ നിന്നുള്ള നികുതി വരുമാനം താഴേക്ക് പോവുക. അതൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പറയപ്പെട്ട കൺസ്ട്രക്ഷൻ ബൂം ഉണ്ടായി. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ബൂം വരുന്നത് 3 ലക്ഷം വീടുകളാണ് അൺഓക്യുപ്പൈഡായിട്ട് വലിയ മലേഷ്യ സൈറ്റിൽ ആരും പ്രായമായവർ മരിച്ചുപോയി, ആരുമില്ല. അപ്പോൾ അമേരിക്കയിലോ അങ്ങനെ എവിടെയെങ്കിലും കാണും. വർഷത്തിൽ ഒരു പ്രാവശ്യം 1 മാസം താമസിക്കാനായി 2 വർഷത്തിൽ ഒരിക്കൽ വന്നത്. അങ്ങനെ 11 ലക്ഷത്തിലധികം വീടുകളാണ് കേരളത്തിൽ കിടക്കുന്നത്. അപ്പം കൃഷി എന്തുകൊണ്ട് അന്യനിന്നു? കൃഷി അന്യനിന്നതിന് പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസം കൂടാതെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടായപ്പോൾ അവിടെ വലിയ ശമ്പളമൊക്കെ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നത് ഈ പറയപ്പെട്ട കൺസ്ട്രക്ഷൻ മേഖലയിൽ കൂടിയും. അപ്പോൾ കൃഷി ചെയ്യാൻ ആളില്ല. നിങ്ങൾക്കറിയാം, നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള കൃഷി. ആ കൃഷി ചെയ്യാൻ ആളില്ലാതെ വന്നതോടെയാണ് പലരും. പിന്നെ പാലക്കാട് ഞാൻ കൃഷിയിലാണ് PhD ചെയ്തത്. അപ്പം നെൽകൃഷിയെ പറ്റി പഠിക്കാൻ പാലക്കാട് പോകും. അത് നമ്മുടെ മന്ത്രി വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് സഹായിച്ചു ചെയ്യുകയാണ് പെരുമാട്ടിയിലാണ്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർ മാത്രമേ അവിടെ കൃഷി ചെയ്യുന്നത്. ഞങ്ങളുടെ കാലം കഴിഞ്ഞ് ഇവിടെ കൃഷി നിന്ന് പോകുന്നവരുണ്ട് 96. ഇപ്പോൾ ഒരു പണ്ട് പാലക്കാട് കൃഷി ഒരുപാട് ഭൂമി കൃഷിഭൂമി പാലക്കാട് ആരാണ് അവിടെ നിന്ന് മേടിക്കുന്നത്. അവിടെ നിന്ന് ബോംബെ എന്നുള്ള എനിക്ക് തോന്നുന്നു അങ്ങനെ അത് പറഞ്ഞിരുന്നു. ബോംബെ എന്നുള്ള ഇൻഡസ്ട്രിയലൈസ് ആയിട്ടുള്ള മുസ്ലിംസാണ് പാലക്കാട് വന്ന് ഭൂമി മേടിച്ചു നിൽക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അങ്ങനെ കൃഷി പാലക്കാടിൽ കൃഷി നിന്നാൽ നിങ്ങൾ ഓർമ്മ ശരി ചെറിയ നടത്തിയ ഒരു പ്രസ്താവന അതിനെതിരെ ഞാൻ വീഴ്ച പറഞ്ഞു. വളർച്ചയോ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. 1975 8,76,000 ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു കേരളത്തിൽ. 1975 8,76,000 ഹെക്ടർ. 13 ലക്ഷം ടണ്ണാണ് അരി ഉത്പാദിപ്പിച്ചിരുന്നത് അന്ന്. ഇപ്പോൾ 1,93,000 ഹെക്ടറിലേക്കാണ് കൃഷി ചെയ്യുന്നത്. അപ്പം അതിന് 8,76,000 ഹെക്ടറിൽ നിന്ന് 1,93,000 ഹെക്ടറിലേക്ക് നെൽകൃഷി ചുരുങ്ങി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ അയൽവാസിയായ മന്ത്രി പഠിച്ചത് കുട്ടനാട്ടിലെ കൃഷിയെ പ്രസംഗിച്ചതിന് വേണ്ടായിരുന്നു. നെൽകൃഷി ഇല്ലെങ്കിൽ എന്തുവാണ് കേരളത്തിൽ ആദായം കൊണ്ടുവരുന്നത് അല്ലേ പറഞ്ഞത്? എത്ര ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് കേട്ടോ. ഞാൻ വിട്ടുപോയി. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ വളരെ യങ്ങാണ്, ഓർമ്മശക്തിയൊക്കെ വളരെ യങ്ങാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തെറ്റുമല്ല. പക്ഷെ നിങ്ങൾക്ക് പാടില്ല, നിങ്ങൾ എന്നേക്കാൾ യങ്ങാണ്. ഓക്കെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇപ്പോൾ എന്താ പറഞ്ഞത്? നികുതിയേതര വരുമാനം. നികുതി വരുമാനത്തിൻ്റെ ബില്ലുകളാണ് CAG കാണിച്ചത്. നികുതിയേതര വരുമാനം ലോക ബാങ്ക് ഒരു പഠനം നടത്തി. 168 രാജ്യങ്ങളിലുണ്ട്. അവരുടെ തനത് വരുമാനം, എന്താ ഈ തനത് വരുമാനം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനകത്ത് നിന്ന് തിരിച്ചെടുക്കുന്ന നികുതിയേതര വരുമാനം, അതാണ് തനത് വരുമാനം. ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഡെവല്യൂഷൻ നടത്തി കിട്ടുന്നതുകൂടെ ചേരുമ്പോൾ 3 ഐറ്റങ്ങൾ ചേരുന്നതാണ് ആകെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തനത് വരുമാനം, അതായത് നികുതിയേതര, നമ്മുടെ നികുതിയേതര വരുമാനം റവന്യൂ വരുമാനത്തിൻ്റെ 6% ഞങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയിൽ വന്നത്. ഞങ്ങൾ വന്ന് പ്രകാശം ഞങ്ങളെനിക്ക് പഠിച്ചപ്പോൾ നികുതിയേതര വരുമാനം ഒരുപാട് സാധ്യതകളൊന്നും പിടിച്ചെടുക്കുന്നില്ല. ഞങ്ങളത് മാടി സാറിൻ്റെ അടുത്ത് ഇത് പഠിച്ച് കൃത്യമായിട്ട് പഠിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അത് 13%.
തന്നെ അപ്പോയിന്റ് ചെയ്ത പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി. ആ കമ്മിറ്റി എന്താണ് കണ്ടുപിടിച്ച് പറഞ്ഞത്? 5000 കോടി രൂപ വീതം IGST കിട്ടിയിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന്. എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല? IGSTയുടെ കൃത്യമായ കണക്കുകൾ 25,000 കോടിയുണ്ട്. അതിൽ പറയുന്നില്ല കേട്ടോ, കാരണം അത് സംസ്ഥാനത്തിന് കുഴപ്പമാണ്. ആ IGSTയുടെ കണക്കുകൾ കൃത്യമായിട്ട് പഠിച്ച് കേന്ദ്രത്തിൽ എത്തിക്കാത്തത് കൊണ്ടാണ് ആ കണക്ക് ആ എമൗണ്ട് കിട്ടാതെ കിടക്കുന്നത്. അപ്പം ഇതുപോലെ നോക്കിയാൽ എത്രയെത്ര കാര്യങ്ങളാണ് കെടുകാര്യസ്ഥത. ഞാൻ ജെയിംസ് ഓട്ടീസൺ എന്നൊരു ഓതറാണ്. അദ്ദേഹം പറയുന്ന 7 deadly economic sins. എന്താണ് 7 deadly economic sins? 7 മാരകമായ സാമ്പത്തിക പാപങ്ങൾ. ജെയിംസ് ഓട്ടീസൺ ഇസ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ. അത് എല്ലാ പാപങ്ങളും ഞാൻ കൊടുത്തു പറയുന്നത്. 1 പ്രൈഡ്, 2 പ്രൈഡ്, രണ്ടാമത്തത് ഗ്രീഡ്, ഒന്നാമത്തത് പ്രൈഡ്, രണ്ടാമത്തത് ഇത് രണ്ടിനും എക്സാമ്പിൾ കൊടുത്തോളം 27 അകമ്പടി വാഹനങ്ങളുമായിട്ട് ഒരു ജനപ്രതിനിധി നടക്കുന്നുവെങ്കിൽ പ്രൈഡിന് പിന്നെ എവിടെയെങ്കിലും പോകണം എക്സാമ്പിൾ കണ്ടെടുക്കാൻ. അപ്പോൾ വ്യവസായത്തിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രിയപ്പെട്ട എന്താ വ്യവസായവും ഈ കൃഷിയുടെ കാര്യം തന്നെ വ്യവസായം. ഇവിടെ ഈ ഒരു അക്ഷരമാണ് വെക്കടാണ് ഒന്നും കൂടി റേവനാണെന്ന് നമുക്കറിയാം. കോട്ടയത്ത് ഒരുപാട് സംഭവിച്ചത് സർവീസ് കാലത്ത് മുഴുവൻ പണം കൊണ്ടുവന്ന് ഏതാനും ബസ്സുകൾ വാങ്ങി 10-15 ലക്ഷം വേറെന്താണെന്ന് എന്താ പറഞ്ഞത്? ആ അടി കോടതിയുടെ കാരണത്താണ് കിട്ടിയത്. കോടതി എത്രയോ പ്രാവശ്യം സർക്കാരിനോട് പറഞ്ഞു തൊഴിലാളികളല്ല നിയമം കയ്യിലെടുക്കേണ്ടത്, അവർ നിയമത്തിൻ്റെ വഴിയെ പോകണം. നിയമം കയ്യെടുക്കുകയല്ല വേണ്ടത്, നിയമത്തിൻ്റെ വഴിയെ. പക്ഷേ ഈ ഗവൺമെൻറ്റിന് അതിനുള്ള ചങ്കൂറ്റം, അതായത് ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ടാണ്. എന്നിട്ട് എന്നും പറയുമ്പോൾ എന്നും പറഞ്ഞിരിക്കുകയാണ് ഇവിടെ എന്താണ് എന്താണ് മന്ത്രി റിയാസ് ഇന്ന് വളർത്തി പറഞ്ഞിരിക്കുന്നത് വലിയ ടൂറിസം മേഖലയിലെ വലിയ കുതിപ്പാണ്. പക്ഷേ ഈ കുതിപ്പൊന്നും കലകാരിപ്പാണ്. റിയാസിന്റെ അമ്മായി ചെയ്യുന്നത് റിയാസ് ഇതിലേക്കാണ് കുതിപ്പൊന്നും കലകാരിപ്പാടില്ല. കാരണം ടൂറിസം മേഖല മോശമാണ്. നമ്മുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 10 മുതൽ 12% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല. ആ റവന്യൂ ഈ GST വഴിയാണ് ഇപ്പോൾ വരുന്നത്. പക്ഷെ ആണെങ്കിൽ പോലും അത് എത്തുകയാണെങ്കിൽ അത് നല്ലതല്ല. പക്ഷെ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ GST പറ്റി ഒരു പരാമർശം ബോറടിച്ചത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്നാലും പറയും. അതായത് GST കൊണ്ടുവന്നപ്പോൾ എന്താ കാര്യത്തിൽ സംഭവിച്ചത്? ചെക്ക് പോസ്റ്റുകൾ നിർത്തലാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ 2006 സെപ്റ്റംബറിൽ തോമസ് ഐസക് പാലക്കാട് നടത്തിയ പാലക്കാട് ടേക്ക് ഓവർ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഞാൻ പുസ്തകം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അന്ന് എന്തായിരുന്നു, അതായത് 3 ദിവസം അദ്ദേഹം തന്നെ പാലക്കാട് ചെക്ക് പോസ്റ്റിൽ പോയി താമസിച്ച് പരിശോധന നടത്തി. അതിന് മുമ്പത്തെ ഈ അവിടെ നികുതിയല്ല പിടിക്കുന്നത്, അവിടെ കള്ളത്തരം കാണിക്കുന്നവരുടെ ഫൈനും ആണ് ഈടാക്കുന്നത്. അങ്ങനെ 45 ലക്ഷം 24 ലക്ഷമാണ് 3 ദിവസം കൊണ്ട് പിരിക്കാനായി. 3 ദിവസം എന്ന് വെച്ചാൽ ഇദ്ദേഹം ചെല്ലുന്നതിന് തൊട്ട് മുമ്പുള്ള 3 ദിവസം. ഇദ്ദേഹം അവിടെ ചെക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ 189 അഡീഷണൽ പോലീസുകാരെയും ഒക്കെ അപ്പോയിന്റ് ചെയ്ത് റൂഡ് വഴികളൊക്കെ പോലീസുകാരുടെ നിരീക്ഷണത്തിലാക്കി 3 ദിവസം കൊണ്ട് 24 ലക്ഷത്തിൽ നിന്ന് 129 ലക്ഷമായി ഫൈൻ ഈടാക്കുന്നത്. 129 ലക്ഷം തീർന്നില്ല സുഹൃത്തുക്കളെ. 850 വാഹനങ്ങൾ കുറവാണ് വന്നത്. 850 വാഹനങ്ങൾ കുറഞ്ഞു. എന്താ കാര്യം? തോമസ് ഐസക്കും പരിഹാരങ്ങളും എല്ലാ ബയോസിലും വന്ന് നിൽക്കുകയാണ്. ക്യാമറയും പോലീസുകാരും നമ്മുടെ സുഹൃത്തുക്കളോട് ട്രക്കുകളുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട് പിടിച്ചു ഒന്നുകിൽ അവർ ഡെസ്റ്റിനേഷൻ കിടന്നു അല്ലെങ്കിൽ അവർ റോഡിൽ ഇങ്ങോട്ട് വന്നില്ല. എന്നിട്ട് 120 ലക്ഷം അത്ര ഭീകരമാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയാം, ഞങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ഉണ്ടായിരുന്നു. പണ്ട് ഫിനാൻസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നിങ്ങളറിയാം, അദ്ദേഹം ഇപ്പോഴും സർക്കാരിൻ്റെ സേവിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു
നിങ്ങൾക്ക് മനസ്സിലായോ ഏത് തരത്തിലുള്ള കൈക്കൂലിയും കള്ളപ്പണവും കേരളത്തിൽ ദേശത്തുനിന്ന് അദ്ദേഹം കൊടുത്തുകൊടുക്കുകയെന്ന് നമുക്ക് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഇതാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം GST വന്നാൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചത് തോമസ് ഐസക് പറഞ്ഞത്. GST വന്നാൽ വരുമാനം കൂട്ടിയത് എന്തുകൊണ്ട് വരുമാനം കൂടില്ല? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2017 ജൂലൈ 1-നാണ് GST കൊണ്ടുവന്നത്. ഈ കേരളത്തിൽ തന്നെ ഈ 100 ചെക്ക് പോസ്റ്റുകളാണെന്ന് നോക്കണം. അതിൽ 20 ചെക്ക് പോസ്റ്റുകൾ വളരെ പ്രധാനമാണ്. മൂത്തങ്ങ ചെക്ക് പോസ്റ്റ്, പാലക്കാട് ചെക്ക് പോസ്റ്റ്, അവിടെ തിരുവനന്തപുരത്തുള്ള കളിയിക്കാരുടെ ചെക്ക് പോസ്റ്റ്, അങ്ങനെ 20 എണ്ണം വളരെ തന്ത്രപ്രധാന ചെക്ക് പോസ്റ്റുകൾ. ഈ ചെക്ക് പോസ്റ്റുകളിലൊക്കെ ഇതുപോലെ അഴിമതി നടക്കുക. എങ്ങനെ അഴിമതിയെന്നറിയാം? ഓവർലോഡായിട്ട് വരുന്ന ട്രക്കുകളെ പോലീസുകാരെ MG എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പറഞ്ഞായിരിക്കും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കറപ്ഷൻ. അതായിരുന്നു കേരളത്തിലെ അവസ്ഥ. ഇതൊക്കെ അറിയാം കേന്ദ്ര ഗവൺമെൻറ്. അതുകൊണ്ട് 2017 തന്നെ നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് ആൻറ്റി പ്രോഫിറ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ പറയുക? ഇങ്ങനെയുള്ള എങ്ങനെയാണ് മലയാളത്തിൽ പെട്ടെന്ന് കേൾക്കാൻ പറഞ്ഞത്? നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സെമി ജുഡീഷ്യൽ ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യും. അവർക്ക് ഉറങ്ങുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നു. എനിക്കാണെങ്കിൽ സ്വർഗം അടച്ചു ഇത്രയും ഒട്ടിയുള്ളതുണ്ട്. ഇപ്പം മനസ്സിലായിട്ടാണ് ആരാ പറഞ്ഞത് അല്ലേ? കണ്ണടച്ച ആൾക്കറിയാം. ഞാനാ കണ്ടത്. എൻ്റെ ടീച്ചർ 50 ടീച്ചറിനൊക്കെ കണ്ടിട്ടാണ്. 112 വകുപ്പ് അനുസരിച്ചാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആ 112 അനുച്ഛേദം എന്താണ് പറയുന്നത്? സംസ്ഥാനത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി ആ കണക്കുകൾ പാർലമെന്റ് അവതരിപ്പിക്കണം. അപ്പോൾ പാർലമെന്റിൽ നിന്ന് നമ്മുടെ ജനപ്രതിനിധികളുടെ വഴിയായിട്ടും അല്ലാതെ ഇപ്പോഴാണെങ്കിൽ ഓൺലൈനായിട്ട് നേരിട്ട് ഈ സമീക്ഷയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ സർ? സമീക്ഷ 1976 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പ്രൊഫസർ ജോർജ് തോമസ് സാറിൻ്റെ അധ്യക്ഷതയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് നിരവധി ഇപ്പോൾ ഗ്രിയാസ് കുമ്പളക്കൽ സാറ്, കാഞ്ഞിരത്തെങ്കിൽ വർഗീസ് സാറ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രഗത്ഭർ ഈ വേദിയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സമിതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങൾ, നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു പ്രതിമാസ ചർച്ച വേദി എന്ന നിലയിലാണ് നടന്നു വരുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ജോർജാണ്. സെക്രട്ടറിയായിട്ട് CS ജോർജ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് ഉത്തരവാദിത്വം വഹിക്കുന്നത്. എല്ലാ കാലിക വിഷയങ്ങളോടും പ്രതികരിച്ചുകൊണ്ടുള്ള സംവാദങ്ങൾ ഈ വേദികളിൽ നടക്കാറുണ്ട്. സംവാദവേദിയാണ് ഇത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടന്നുകൊണ്ട് പല രാഷ്ട്രീയ കക്ഷികളും, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ വേദിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അത് നമ്മൾ കടുത്തുരുത്തിയിൽ ദീർഘനാളായി തുടരുന്നൊരു പൊതു വേദി എന്ന നിലയിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുന്ന പോകുന്ന ഒരു വേദിയാണ്. അപ്പം ഒരു സ്വതന്ത്ര സ്വഭാവം, വളരെ സ്വതന്ത്രമായിട്ട് ആളുകൾ ഇതിനകത്ത് സഹകരിച്ചു പോകുന്നു. നമ്മൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന വിഷയം എന്നിട്ട് നമുക്ക് പറയാനില്ല. ഏതാണ്ട് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ജാതി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം എടുക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളുടെ വിഷയങ്ങൾ, ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന ബജറ്റുകൾ, ധനകാര്യപരമായ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, ഏത് വിഷയങ്ങളും ഈ വേദിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിന് സെപ്പറേറ്റ് സ്വഭാവമില്ല. അതേസമയം അതുപോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങൾ മുഴുവൻ ഇത് പുസ്തക ചർച്ചയുടെയും സാംസ്കാരിക വിഷയങ്ങളുടെയും ഒരു ചർച്ചാവേദിയായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു ആദ്യ കാലഘട്ടം മുഴുവൻ. ഇപ്പോൾ ഒരു സമീപകാലത്ത് ഒരു 2 ദശാബ്ദമായിട്ട് ഇപ്പോൾ ഇത് ഇത്തരം ജനകീയ സാമൂഹ്യ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. നേരത്തെ അതൊരു നമ്മുടെ പൂർണ്ണമായിട്ടും ഒരു സാഹിത്യ ആഭിമുഖ്യമുള്ള ചർച്ച. സമീക്ഷ സാംസ്കാരിക സമിതിയുടെ സെക്രട്ടറിയാണ്. അതെ. എന്തൊക്കെ പ്രോഗ്രാംസാണ് നമ്മൾ നടത്താറുള്ളത്? ഇത് ഈ സമീക്ഷ എന്ന് പറയുന്നത് 1975 കാലഘട്ടം മുതൽ കടുത്തുരുത്തിയിൽ തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. പ്രൊഫസർ ജോർജ് തോമസ് സാറായിരുന്നു അതിൻ്റെ തുടക്കത്തിലുള്ള പ്രസിഡൻറ്റ്. അതിനുശേഷം പ്രധാനമായിട്ടും വിവിധ സാമൂഹ്യ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംഘടന പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഒട്ടേറെ സംവാദങ്ങൾ ഈ സംഘടന സംഘടിപ്പിച്ചിട്ടുണ്ട്.
പ്രതിമാസം ഒരു ചർച്ച എന്നുള്ള രീതിയിലാണ് സാധാരണ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ടൊക്കെ ചിലപ്പോൾ അത് 2 മാസം കൂടുമ്പോഴൊക്കെ എന്നുള്ള രീതിയിൽ മാറിപ്പോകാറുണ്ട്. എങ്കിലും അങ്ങനെ തുടർച്ചയായിട്ട് ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 സംവാദങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം നടക്കാറുണ്ട്. അപ്പം വിവിധ വിഷയങ്ങളായിരിക്കും. നമ്മൾ കൂടുതലും ആനുകാലിക വിഷയങ്ങൾ, സാഹിത്യ വിഷയങ്ങൾ, മറ്റ് സാംസ്കാരിക വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളുമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാളായിരിക്കും, ഒരു എക്സ്പെർട്ടായിരിക്കും വിഷയം അവതരിപ്പിക്കുന്നത്. വിഷയം അവതരിപ്പിച്ചതിന് ശേഷം ഇവിടെ വരുന്ന ശ്രോതാക്കളായിട്ടുള്ള ആൾക്കാർക്ക് അതിലിടപെട്ട് സംസാരിക്കാനൊരു ലിമിറ്റഡ് ആയിട്ടുള്ള സമയം അനുവദിക്കും. അതിനുശേഷം ഈ വിഷയാവതാരകൻ അതിനൊരു മറുപടി. അതാണ് ഇതിൻ്റെ ഒരു സാധാരണഗതിയിലുള്ള ഒരു രീതി. പിന്നെ ഒത്തിരി കൂടുതൽ ആൾക്കാരൊക്കെ വരുന്ന ഒത്തിരി പങ്കാളിത്തം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയത്തിന് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ചില സംവാദങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യാറുണ്ട്. മറ്റേത് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ശ്രോതാക്കളായിട്ട് വരുന്നവർക്ക് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു 3 മിനിറ്റോ ഒക്കെ അല്ലെങ്കിൽ 5 മിനിറ്റ് വരെയൊക്കെ ചിലപ്പോൾ അവർക്ക് അത് ചർച്ചയിൽ ഇടപെടാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ച വളരെ സമഗ്രമായി പങ്കെടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ ഉയർന്നു വരും. അത് തന്നെയല്ല വിഷയം അവതരിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ നിശിതമായി വിമർശിക്കുന്ന രീതിയിലൊക്കെ തന്നെ ഉള്ള ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു നല്ലൊരു സംവാദത്തിൻ്റെ ഒരു ഇതെന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ ഇത് നടക്കുന്നത്. ഒരു സംവാദ സദസ്സ് എന്നുള്ള രീതിയിലാണ് സമീക്ഷ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു പ്രസിഡൻ്റ്, ഒരു സെക്രട്ടറി, പിന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, പിന്നെ ഈ ഇതിൽ വരുന്നവരെല്ലാം സമീക്ഷയുടെ അംഗങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ രീതിയിലാണ് അതിൻ്റെ ഒരു പ്രവർത്തനം. ഞാനിപ്പോൾ എനിക്ക് മുമ്പ് ബെഞ്ചമിൻ സാറായിരുന്നു സെക്രട്ടറി. അപ്പോൾ സാറ് ചില അസുഖങ്ങളൊക്കെ ആയിട്ട് സാറിന് വരാനുള്ള അസൗകര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ മുമ്പ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം സെക്രട്ടറിയുടെ ഒരു ചുമതല ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് തുടരുന്നു എന്നുള്ളത്. ഞാൻ യൂണിമണി ഫിനാൻഷ്യൽ കമ്പനിയിൽ അസിസ്റ്റൻറ്റ് വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എറണാകുളത്താണ്. സാറിൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് CS ജോർജ്. ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 9446088892.